സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പജേറോ എന്ന് പറയുന്ന ഒരു വണ്ടി നമ്മൾ മനസ്സിൽ വെച്ച് ആദ്യമായിട്ട് ചെന്ന് ഓടിക്കുന്ന ആൾക്ക് ഈ വണ്ടി എന്തായാലും ഇഷ്ടപ്പെടില്ല. ടർബോ ഞാൻ ചെറിയ രീതിയിലൊരു ടർബോ ബൂസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഫോർച്യൂണറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓഫ് റോഡിങ് കേപ്പബിലിറ്റീസ് ഇത് നമ്മളൊരു തേർഡ് ഗിയറിലൊക്കെ ഇട്ട് നമ്മളൊരു ആക്സിലറേഷൻ ഫുള്ളങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിലൊരു ബൈക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർ നമ്മൾ ഓവർടേക്ക് ചെയ്ത് തെറി വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഫോർത്തിൽ പോകേണ്ട സമയത്ത് ഈ വണ്ടി സെക്കൻഡിലേ പോകാൻ പറ്റൂ. ഫോർച്യൂണർ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇതിൽ കയറി നിൽക്കുന്നത് എന്താണ്? വൈബ്രേഷൻ മാറും, സ്മൂത്ത് ആവും, മൈലേജ് കൂടും, അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഈ ഹൈബ്രിഡ് ക്ലച്ചും കൊണ്ട് നമുക്ക് കിട്ടി. മൈലേജ് ഒന്നും നോക്കുന്ന ആളായിരിക്കില്ലല്ലോ ഇതിന്റെ ഓണേഴ്സ്. എങ്കിലും നോക്കുകയൊക്കെ ചെയ്യാം, അടിക്കുമ്പോൾ കുറച്ച് വിഷമമൊക്കെ ഉണ്ട്. ഹലോ ഫ്രണ്ട്സ്, വാക്ക് വിത്ത് നഫിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു ലെജൻഡറി വാഹനമായിട്ടാണ് വന്നിരിക്കുന്നത്. പജീറോ SFX ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന വാഹനം. ഇത് 2002 തൊട്ട് 2012 വരെ ഉണ്ടായിരുന്ന ഒരു വേരിയൻ്റ് ആണ്. ഇത് 2009 മോഡലാണ്. അപ്പം ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസിനായിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. 2.8 ലിറ്ററാണ് ഇതിൻ്റെ എൻജിൻ കപ്പാസിറ്റി വന്നിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ എൻജിൻ കപ്പാസിറ്റിയോ പവറോ കാര്യങ്ങളോ അല്ല, ഇതിൻ്റെ ഓഫ് റോഡിങ് കാപ്പബിലിറ്റിയാണ് ഗുണമെന്ന് പറയുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈനാണ് മറ്റൊരു അട്രാക്ഷൻ. കാരണം ഇതുവഴി പോകുമ്പോഴും നമ്മളൊന്ന് നോക്കിപ്പോകും ഒരു പജീറോ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ, അല്ലേ? ഞാനും സ്ഥിരമായിട്ട് നോക്കാറുണ്ട്. ഏത് പജീറോ കണ്ടാലും അതിൻ്റെ വൈറ്റ് വിത്ത് റെഡ് കോംബോ, ഫുള്ളി വൈറ്റ് ആയിട്ടുള്ളൊരു പജീറോ ആണ് നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ട് ഇന്ന് പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽസ് ആയിട്ട് ഇതിൻ്റെ യൂസറിനോട് ചോദിക്കാം. എങ്ങനെയുണ്ട് പജീറോ? ഇപ്പം നിലവിൽ ഈ മോഡലൊന്നും അവൈലബിൾ അല്ല എങ്കിലും ഇത് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ചോദിച്ചറിയാം. അതിനായിട്ട് ഇതിൻ്റെ യൂസറിനെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. ഓക്കെ, ഇതാണ് പജീറോയുടെ ഓണർ. ഹൈ ബ്രോ. ഹലോ. വർഗീസ് എന്നാണ് ബ്രോയുടെ പേര്. ബ്രോ എന്ത് ചെയ്യുന്നു? എനിക്ക് ബിസിനസ്സാണ്. ഓക്കെ, നാട്ടിൽ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പം പജീറോ വാഹനം ഇടയ്ക്ക് ഓടിച്ച് രസിക്കാനായിട്ട് പജീറോ സ്വന്തമാക്കി അല്ലേ? ചെറുപ്പം തൊട്ടുള്ള ഒരു ആഗ്രഹമാണല്ലോ ഈ ഒരു പജീറോ എന്ന് പറയുന്നത്. അപ്പോൾ എത്ര നാളായി ഇത് സ്വന്തമാക്കിയിട്ട്? ഇപ്പോൾ ഞാനിത് യൂസ്ഡ് എടുത്തതാണ്. ഏകദേശം ഒരു 3 വർഷം ആവാറായി. 3 വർഷമായി. 2009 മോഡൽ. അതെ, 9 മോഡൽ. ഞാൻ എടുത്തിട്ട് 3 വർഷമായി. ഓക്കെ, ആവുന്നു. അപ്പം എത്ര കിലോമീറ്റർ ഒക്കെ ആയിരുന്നു അന്ന്? ഞാൻ അങ്ങനെ ഒരുപാട് ഉപയോഗിക്കുന്ന വണ്ടിയല്ല. നമ്മൾ ഏതെങ്കിലും വീക്കെൻഡ് എവിടെയെങ്കിലും ഫണ്ട് ഡ്രൈവ് ഉണ്ടെങ്കിൽ പോവുക. പിന്നെ ഫാമിലി 6 പേരുണ്ടെങ്കിൽ കസിൻസ് ആരെങ്കിലും വരുവാണെങ്കിൽ വണ്ടി എടുക്കും. അല്ലാതെ അങ്ങനെ ഓടിക്കാറില്ല. ഞാൻ എടുത്തിട്ടാകെ എനിക്ക് തോന്നുന്നു ഒരു 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പം എന്തുകൊണ്ടാണ് പജീറോ എടുക്കണമെന്ന് താല്പര്യം തോന്നിയത്? ഒരു ചെറുപ്പം തൊട്ടേ ഈ വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ട് നടക്കുമായിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ എപ്പോഴും കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എടുക്കാനൊരു ഇതായപ്പോൾ നമ്മൾ സ്വന്തമാക്കി. ഓക്കെ, അപ്പം ഇതിൻ്റെ ഓഫ് റോഡിങ് വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ടായിരിക്കുമല്ലോ. അതോ ഇതിൻ്റെ ലുക്കാണോ അട്രാക്ട് ചെയ്തത്? എന്താണ് ആദ്യം? അല്ല, ഇത് ചൂസ് ചെയ്യാനായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഫോർച്യൂണർ ആണല്ലോ ഈ ഒരു പ്രൈസിൽ നിൽക്കുന്നത്. അപ്പോൾ ഫോർച്യൂണറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓഫ് റോഡിങ് കേപ്പബിലിറ്റീസ്, ഈ പറഞ്ഞ പോലെ ഡ്രൈവിംഗ് പൊസിഷനും എല്ലാം കുറച്ചുകൂടെ കൂടുതൽ ഇതിനാണ്. സീറ്റിംഗ് കംഫർട്ടും മിഡിൽ ഡ്രോ കംഫർട്ട് ആണെങ്കിലും പാസഞ്ചേഴ്സിനാണെങ്കിലും കുറച്ചുകൂടെ ഒരു കംഫർട്ട് ഇതിനാണ് കൂടുതൽ. അപ്പോൾ മെയിനായിട്ട് നോക്കിയത് ഓഫ് റോഡിങ് കേപ്പബിലിറ്റിയാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഓഫ് റോഡ് ബമ്പർ, ഒരു മെറ്റൽ ബമ്പർ അല്ലെങ്കിലും ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഈ ഒരു അപ്രോച്ച് ആംഗിളും ഇതൊക്കെ കുറച്ചുകൂടി ഫോർച്യൂണറിനെക്കാളും ബെറ്റർ ആണ്. ഓക്കെ, അപ്പം ചെന്ന് ലിപ്പ് തട്ടത്തൊന്നുമില്ല, നമ്മൾ ഇതുവഴി കയറ്റിക്കൊണ്ടേ പോകാൻ പറ്റുമല്ലേ? ഓക്കെ, ഈ പറഞ്ഞ പോലെ പിന്നെ ഇതിൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പജേറോ എന്ന് പറയുന്ന ഒരു വണ്ടി നമ്മൾ മനസ്സിൽ വെച്ച് ആദ്യമായിട്ട് ചെന്ന് ഓടിക്കുന്ന ആൾക്ക് ഈ വണ്ടി എന്തായാലും ഇഷ്ടപ്പെടില്ല. കാരണം ഇതിനൊരു ഹൈബ്രിഡ് ക്ലച്ച് എന്ന് പറഞ്ഞൊരു പരിപാടി ചെയ്യാനുണ്ട്. ആ ചെയ്യാത്ത വണ്ടിയാണെങ്കിൽ നമ്മളൊരു 407 ലോറി ഓടിക്കുന്ന ഒരു ഫീലായിരിക്കും ഈ വണ്ടി കിട്ടുന്നത്. ആക്ച്വലി ഇപ്പോൾ നമ്മൾ 4th പോകേണ്ട സമയത്ത് ഈ വണ്ടി സെക്കൻഡിലേ പോകാൻ പറ്റുള്ളൂ. ഭയങ്കര വൈബ്രേഷൻ ആയിരിക്കും. അപ്പോൾ ആ ഒരു പ്രശ്നം ഈ വണ്ടിക്ക് ഉണ്ട്. അത് ഈ അടുത്ത ഇടയ്ക്ക് നമ്മൾ ഈ പജേറോ ക്ലബിലെ മെമ്പേഴ്സൊക്കെ കൂടി പജേറോ സ്പോർട്ടിൻ്റെ ഒരു ക്ലച്ച് പ്ലേറ്റൊക്കെ ഇതിൻ്റെ വേറെ ഏതോ പാട്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പ്രോഗ്രാം ചെയ്തിട്ടാണ്, ഒരു ഹൈബ്രിഡ് പ്രോഗ്രാം പോലെ ചെയ്തിട്ടാണ് ആ ഒരു വൈബ്രേഷൻ മാറ്റിയെടുത്തത്. വൈബ്രേഷൻ മാറി, വൈബ്രേഷൻ മാറും, സ്മൂത്ത് ആവും,
മൈലേജ് കൂടും. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഈ ഹൈബ്രിഡ് ക്ലച്ചും കൊണ്ട് നമുക്ക് കിട്ടി. ഉണ്ട്. അപ്പോൾ ഈ പജീറോയുടെ ഓണേഴ്സ് ക്ലബിലുള്ള സ്ഥിതിക്ക് അപ്പോൾ എല്ലാവരും മിക്കവാറും ചെയ്യുന്നത് എല്ലാവരും തന്നെ ചെയ്യും. വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമാണ് അതിനോട് യോജിക്കാൻ പറ്റാത്ത നിൽക്കുന്നത്. കാരണം അത് ചെയ്യാത്ത വണ്ടികൾക്ക് കുറച്ചുകൂടെ ടോർക്ക് കൂടുതലുണ്ടെന്ന് അവർ ഓണേഴ്സ് പറയാറുണ്ട്. പക്ഷെ നമുക്ക് ടോർക്കിനേക്കാളും കൂടുതൽ വേണ്ടത് കംഫർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ അത് ചെയ്തു. അതിന് വലിയ കോസ്റ്റ് വരുന്നില്ല, ഒരു 35,000 രൂപ റേഞ്ച് കോസ്റ്റ് വരും. പക്ഷെ അത് നല്ല വെർത്താണത് ചെയ്യുന്നത്. 2 കിലോമീറ്റർ മൈലേജും കൂടുതൽ കിട്ടും. അത് ശരി, സ്മൂത്ത് ആവും. തേർഡി പോകുന്ന സ്ഥലത്ത് നമുക്ക് 50 പോവാം. അത്രയും വ്യത്യാസം. ഒരു ഇനീഷ്യൽ ടോർക്ക് കുറച്ച് കുറവുണ്ട് ചെയ്ത് കഴിയുമ്പോൾ. ഓൾറെഡി ഇതിന് ടോർക്ക് കുറവാണല്ലോ. വലിയ ടോർക്ക് എന്ന് പറഞ്ഞാൽ ഓഫ് റോഡിങ് ടോർക്ക് ഉണ്ട്. ഞാൻ നമ്മള് ഈ പറഞ്ഞ പോലെ കാർ കയറി പോകുന്ന പോലെ അങ്ങനെ പെട്ടെന്ന് ആക്സിലറേഷൻ ഈ വണ്ടിക്ക് കിട്ടില്ല. അത്യാവശ്യം ടർബോ ലാഗ് ഉണ്ട്, അത്യാവശ്യം ബോഡി റോൾ ഉണ്ട്. ഇതിന്റെ സസ്പെൻഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സസ്പെൻഷൻ, ടോഷൻ ബാർ എന്ന് പറയും. അത് നമുക്ക് ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഒരു വർക്ക്ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവര് ഇതിന്റെ സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്ത് തരും. നമുക്ക് താത്തണെങ്കിൽ താത്താം, പൊക്കണെങ്കിൽ പൊക്കാം. ഓഫ് റോഡ് പോകുമ്പോൾ വേണമെങ്കിൽ പൊക്കിയിടാം. താത്തിട്ട് കഴിഞ്ഞാൽ ബോഡി റോൾ കുറയും. അങ്ങനെ കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട് ഈ വണ്ടിക്ക്. പിന്നെ LSD ലിമിറ്റഡ് സ്ലിപ്പ് ഡിഫറൻഷ്യൽ, അത് ഓഫ് റോഡിങ്ങിൽ നന്നായിട്ട് ഗുണം ചെയ്യുന്ന ഒരു ഫീച്ചറാണത്. നമ്മളിപ്പോൾ പുതിയ താറിൽ ബ്രേക്കിംഗ് ലോക്കർ എന്നൊക്കെ പറയും. അതായത് ഒരു ടയറിന്റെ ട്രാക്ഷൻ പോയി കഴിഞ്ഞാൽ ആ ടയർ ചുമ്മാ കിടന്ന് കറങ്ങിക്കൊണ്ട് ഓപ്പോസിറ്റ് ടയർ പൊങ്ങിയിരിക്കും, എയറിലായിരിക്കും. അപ്പോൾ ആ എയറിൽ നിൽക്കുന്ന ടയർ ചുമ്മാ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ടയർ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ടയറിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് താഴെ മുട്ടി നിൽക്കുന്ന ടയറിലേക്ക് കൂടുതൽ പവർ കൊടുക്കുക എന്നുള്ളതാണ് LSD കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് ബ്രേക്കിംഗ് ലോക്കർ. പക്ഷേ ഇത് മെക്കാനിക്കലാണ്, മറ്റേ ഇലക്ട്രിക്കൽ അതിന്റെ അത്രയും പെർഫോമൻസ് ഇതിന് കിട്ടില്ല. എങ്കിലും കാലത്ത് 2009 ആ ഒരു ഫീച്ചറൊക്കെ ടെക്നോളജി വരുവാണെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ. ഓക്കെ. ഇനിയും അടുത്തതായിട്ട് ഇതിന്റെ സർവീസ് പരമായ കാര്യങ്ങൾ ചോദിക്കാം. മിസ്റ്റുബിഷി എന്നൊരു ബ്രാൻഡിന്റെ ലാൻസറും ഭയങ്കര ഹിറ്റായിരുന്നു. ഇതും ഒത്തിരി ഇല്ലെങ്കിലും കുറെ വണ്ടി പ്രേമികൾ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം വിലയുടെ ഒക്കെ വെച്ചിട്ട് അതർ സ്റ്റേറ്റ് വണ്ടികൾ ഇഷ്ടം പോലെ വരുന്നുണ്ടല്ലേ മാർക്കറ്റ്. അതുപോലെ പ്രൈസ് ഇപ്പൊ കുറച്ച് കൂടി, ഞാൻ എടുത്തതിനേക്കാളും പ്രൈസ് കൂടിയിട്ടുണ്ട് വണ്ടികൾക്ക്. അത് ശരി. ഓക്കെ. അപ്പം ഇതിന്റെ സർവീസ് കൺസേൺഡ് ആയിരിക്കുമല്ലോ ആൾക്കാർ ഇത് എടുക്കുമ്പോൾ. അപ്പം ഇതിന്റെ സർവീസ് കോസ്റ്റ് എന്തുമാത്രം ആവുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ റീപ്ലേസ് ചെയ്യേണ്ടി വരാറുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. ആക്ച്വലി സർവീസ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ തന്നെയാണ്. ഇതിന്റെ പാർട്സും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. പക്ഷേ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഫോർച്യൂണർ ആണെങ്കിൽ നമുക്ക് വെറുതെ ഷോറൂമിൽ കൊണ്ട് ഇട്ട് കൊടുത്താൽ മതി, അവർ കഴിഞ്ഞിട്ട് പിടിക്കും. പക്ഷെ ഇതിന് കുറച്ച് പുറകെ നടക്കണം. അതെ. നമുക്ക് ഈ വണ്ടിയോട് ഇത്ര ഇഷ്ടമായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സർവീസ് ഒക്കെ ചെയ്തുകൊണ്ട്. പാർട്സ് എല്ലാം അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് പാർട്സ് വരുമ്പോൾ ചിലപ്പോൾ ഒരാഴ്ച കഴിയും. അങ്ങനെ പണി വരുന്ന ഒരു വണ്ടിയല്ല മിത്സുബിഷി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ. റിലയബിൾ ആണ് ഈ ടൊയോട്ട പോലെ തന്നെ. അങ്ങനെ എനിക്കിതുവരെ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല ഈ വണ്ടി. 2 ലക്ഷം ഓടിയിട്ടും ഇപ്പോഴും അതേ പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കുന്നത്. എനിക്ക് ആകെ ഒരു എനിക്ക് AC യുടെ ഗ്യാസ് ഒന്ന് ഫില്ല് ചെയ്യേണ്ടി വന്നു, അല്ലാതെ വേറെ ഒരു പ്രശ്നം വന്നിട്ടില്ല. അല്ലാതെ വേറെ ഒരു പണിയും ദിവസം കഴിച്ച് വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ പണിയാണ്, വന്നു കഴിഞ്ഞാൽ നല്ല കോസ്റ്റ് ആണ് പാർട്സിന്. ഇതിപ്പോൾ എടുക്കാൻ താല്പര്യമുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. പക്ഷേ സർവീസ് അടുത്തുള്ള എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ എറണാകുളമാണ്. 4 സർവീസ് സെന്റേഴ്സ് ഉണ്ട്. ഒന്ന് കമ്പനി ഓൺഡ് ഉണ്ട്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ വീട്ടിൽ ഷോറൂമിൽ വർക്ക് ചെയ്ത് വരുന്ന ഒരു പയ്യൻ വീട്ടിൽ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ ചേരാനല്ലൂർ ഒരു സർവീസ് സെന്റർ ഉണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രശ്നമില്ല. പക്ഷേ സർവീസ് സെന്റർ ഇതുപോലെ പണി അറിയാവുന്ന ആരെങ്കിലും ഇല്ലാത്ത ഒരാളാണെങ്കിൽ കുറച്ച് പാടായിരിക്കും. ആദ്യം ഇത് എടുക്കണമെങ്കിൽ സർവീസ് സെന്റർ ഒക്കെ ഉണ്ടോ, അവൈലബിൾ ആണോ എന്നൊക്കെ. പാർട്സ് എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഇപ്പൊ അത്ര വിശ്വാസമുള്ള മെക്കാനിക്സ് ഉണ്ടെങ്കിൽ അവരുടെ അടുത്തോണ്ടേ ശരിയാക്കാം. ഓക്കെ. ഏതായാലും ഇങ്ങനത്തെ ഒരു വണ്ടി ചൂസ് ചെയ്യുന്നത് ഒരിക്കലും ഡെയിലി യൂസിനോ അല്ലെങ്കിൽ എക്കണോമിക്കലായിട്ട് കൊണ്ടു നടക്കാനോ ഒന്നും ആയിരിക്കില്ല. നോക്കിയിട്ട് എടുക്കാൻ പറ്റില്ല. ഇത് എല്ലാവരും ഫണ്ട് ഡ്രൈവിനും അല്ലെങ്കിൽ ഒരു ആ ഒരു കാര്യങ്ങൾക്കൊക്കെ ആണല്ലോ ഈ ഇങ്ങനത്തെ വണ്ടികൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം സർവീസ് കോസ്റ്റ് റീസെന്റ് സർവീസ് ചെയ്ത് എത്ര കിലോമീറ്റർ ആയപ്പോഴായിരുന്നു? ഞാൻ എടുത്തിട്ട് 3 സർവീസ് ഞാൻ ചെയ്തു. എല്ലാ വർഷവും ഓരോ സർവീസ് ചെയ്യാറുണ്ട്. കിലോമീറ്റർ ഞാൻ ഓർക്കണില്ല. ഓക്കെ, കുഴപ്പമില്ല. എന്ത് കോസ്റ്റ് ഏകദേശം വന്നിട്ടുണ്ടായിരുന്നു? ഞാൻ ഫുള്ളി സിന്തറ്റിക് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഓയിലിന് ഒരു ഏകദേശം ഒരു 7,000-8,000 രൂപയാവും. ഓയിലിന്റെ പൈസയാണ് കയറി വരുന്നത്. സെമി സിന്തറ്റിക് യൂസ് ചെയ്യുകയാണെങ്കിൽ 4,000 രൂപയ്ക്ക് നിൽക്കും. അത് 7.5 ലിറ്റർ ഉണ്ടല്ലേ. ഇതിന് ഫ്യൂൽ ടാങ്ക് തന്നെ 95 ലിറ്റേഴ്സ്. ഓക്കെ. 11,000 രൂപ വേണ്ടി വരും. ഡീസൽ ഫിൽറ്റർ
ഡീസൽ ഫിൽറ്റർ പറഞ്ഞ അതിന് വലിയ കോസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. അല്ലെങ്കിൽ 1000, 1500 രൂപ, 2000 ആ റേഞ്ചൊക്കെ ഉള്ളൂ. ഒരു 10,000 റുപ്പീസിന് ഒരു വർഷം മെയിൻ്റെനൻസ് അതേ ഉള്ളൂ ആവുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അത് ഈ പറഞ്ഞ പോലെ സെമി സിന്തറ്റിക് ഒഴിക്കുകയാണെങ്കിൽ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന സെമി സിന്തറ്റിക് ഓയിലാണ്. പക്ഷേ അതൊക്കെയാണെങ്കിൽ ഒരു 6000-7000 രൂപയ്ക്ക് പരിപാടി കഴിയും. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് അറിയില്ല അതിനെപ്പറ്റി. ഞാനും ഫുള്ളി സിന്തറ്റിക് ആയിരുന്നു യൂസ് ചെയ്യുന്നത്. ചിലർ ഫുള്ളി അത് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, സെമീൻ്റെ ആവശ്യമുള്ളൂ എന്നൊക്കെ പറയുന്നേക്കാം. എനിക്കറിയില്ല അതിനെപ്പറ്റി. ജർമ്മൻ കാറുകളിൽ ആക്ച്വലി പറഞ്ഞ പോലെ സിന്തറ്റിക് ഉപയോഗിക്കുന്നത് നല്ല. പക്ഷേ ഞാൻ എല്ലാവരും ഗ്രൂപ്പിലെല്ലാവരും സിന്തറ്റിക് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി അത് തന്നെ യൂസ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനിയും ഇതിൻ്റെ മൈലേജ് ഒന്നും നോക്കുന്ന ആളായിരിക്കില്ലല്ലോ ഇതിൻ്റെ ഓണേഴ്സ്. എങ്കിലും നോക്കുകയൊക്കെ ചെയ്യാം. അടിക്കുമ്പോൾ കുറച്ച് വിഷമമൊക്കെ ഉണ്ട്. മൈലേജ് നോക്കിയിട്ട് കാര്യമില്ല. ക്ലച്ച് ചെയ്യണതിന് മുമ്പ് എനിക്ക് ഒരു 7-8 മൈലേജ് കിട്ടുന്നുണ്ട്. അത് ക്ലച്ച് മാറ്റി കഴിഞ്ഞപ്പോൾ അതൊരു 9-10 ആയി. ഓക്കെ. ഹൈവേ പോവുകയാണെങ്കിൽ 11 ആ റേഞ്ച് മാക്സിമം. കുഴപ്പമില്ല, മോശമല്ല. 2.8 ലിറ്റർ ഇത്രയും വലിയൊരു എഞ്ചിൻ വരുന്നു, ഇത്രയും വലിയൊരു വലുപ്പമുള്ള വാഹനം വരുന്നു, സൈസ് ഡൈമെൻഷൻ വൈസ് ആണെങ്കിൽ തന്നെ. അപ്പോൾ അത്രയാണ് മൈലേജ് വരുന്നത്. ഓക്കെ. പിന്നെ ഇതിൻ്റെ ഒരു റോഡ് പ്രസൻസ് എങ്ങനെയുണ്ട് ഇപ്പോൾ? നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ഓവർടേക്ക് ചെയ്ത് ഓപ്പോസിറ്റ് വരുന്ന വണ്ടി സൈഡിലേക്ക് ഒതുക്കി തരുമ്പോൾ ബഹുമാനം മാറിയേക്കാവേ ആ ഒരു ഫീല് ഭയങ്കര. അത് ശരി. കാരണം നിറങ്ങി നിൽക്കുമല്ലോ റോഡ്. ഇപ്പോൾ ടയർ സൈസ് ഒക്കെ ആണെങ്കിൽ തന്നെ ഇത് ടയർ അപ്ഗ്രേഡ് അത് ഞാൻ മാറ്റിയതാണ്. 4 സ്റ്റീൽ റിം ഇട്ടു, 4 MT ടയർ ഇട്ടു. ഓക്കെ. ടയേഴ്സ് അങ്ങനെ എനിക്ക് അങ്ങനെ ഇതിൻ്റെ സൈഡ് വോളിൽ ചെറിയൊരു കംപ്ലൈൻറ്റ് പോലെ കാണുന്നുണ്ട്. ജെയ്ക്കയുടെ നമ്മളൊരു ഇന്ത്യൻ ബ്രാൻഡിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കും. അതല്ലാതെ വേറെ ടയറും കൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെയാണ്. ഓക്കെ ഓക്കെ. ഡ്രൈവ് എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ട് ചോദിക്കാം. ഓഫ് റോഡും ഓൺ റോഡും നമ്മൾ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. പിന്നീട് ഇതിൻ്റെ എൻജിൻ റെസ്പോൺസ് ആൻഡ് റിഫൈൻമെൻ്റ് ഒക്കെ എങ്ങനെയുണ്ട്? എൻജിൻ റെസ്പോൺസ് എന്ന് പറയാനായിട്ട് നമ്മൾ ഫോർച്യൂണറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര ഒരു പിക്കപ്പ് നമുക്ക് ഫീൽ ചെയ്യില്ല. ഫോർച്യൂണർ കുറച്ചുകൂടെ കാലം കൊടുത്തു കഴിഞ്ഞാൽ കയറിപ്പോൾ ഇത് കുറച്ച് സ്ലോ ആണ്. അങ്ങനെ വളരെ മോശം എന്ന് പറയാനില്ല, പക്ഷെ എന്നാലും കുറച്ചൊരു ലാഗ് ഫീൽ ചെയ്യും നമുക്ക്. അത്യാവശ്യം ഒരു ടർബോ ലാഗും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. 110 bhp എന്തുകൊണ്ടാണ്? അതെ അതെ, 2.8 ലിറ്റർ 110 bhp വരുന്നത്. ഓക്കെ ഓക്കെ. അത് റിഫൈൻമെന്റും അങ്ങനെ അത്യാവശ്യം വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു എഞ്ചിൻ തന്നെയാണ്. ക്ലച്ച് ചെയ്ത് കഴിയുമ്പോൾ ഫാർ ബെറ്റർ ആവും. ഭയങ്കര ബെറ്റർ. ഓക്കെ ഓക്കെ. 35,000 മുടക്കിയാൽ ഭയങ്കര വ്യത്യാസം കിട്ടും നമുക്ക്. ഓക്കെ ഓക്കെ. പിന്നെ ഇതിന്റെ സ്റ്റിയറിംഗ് സ്മൂത്താണ്. സ്റ്റിയറിംഗും ക്ലച്ചും നല്ല സ്മൂത്താണ്. ബുദ്ധിമുട്ടുകൾ അതില്ല. ഓടിക്കുമ്പോൾ പ്രശ്നമില്ല. നമുക്ക് ഈ ഒരു പിക്കപ്പിന്റെ ഒരു പ്രശ്നം മാത്രമേ വണ്ടിക്ക് എനിക്ക് മോശമായിട്ട് ഫോർച്യൂണറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബാക്കിയെല്ലാം അഡ്വാൻറ്റേജസ് തന്നെയാണ്. ക്ലച്ചൊക്കെ ഭയങ്കര ലൈറ്റാണ്. സ്റ്റിയറിംഗ് അതുപോലെ തന്നെ ഫോർച്യൂണറിനേക്കാളും ലൈറ്റാണ്. ഹൈ സ്പീഡിലൊക്കെ പോകുമ്പോഴും സ്റ്റെബിലിറ്റി ഉണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റിന്റെ വിസിബിലിറ്റി ഹാലജൻ ബൾബ്സ് ആണ്. വലിയ ബ്രൈറ്റ്നെസ് ഉണ്ടായിരുന്നില്ല. ഞാൻ എന്നിട്ട് ബൾബ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല. പിന്നെ ബ്രേക്ക് പാഡ്സ് ഒക്കെ എത്ര കിലോമീറ്റർ ആകുമ്പോഴാണ് റീപ്ലേസ് ചെയ്യാറുള്ളത്? ബ്രേക്ക് പാഡ് മാറ്റിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ മാറ്റിയിട്ടുണ്ട്. കിലോമീറ്റർ കറക്റ്റ് ആയിട്ട് ഓർക്കണില്ല. കോസ്റ്റ് ഈ പറഞ്ഞ 1500-1800 ഫ്രണ്ടും ബാക്കിലും ഫ്രണ്ടില് രണ്ടും കൂടി അല്ല, സെപ്പറേറ്റ്. 1800-2000 രൂപ താഴെ ഉള്ളൂ. കൂടിയതും ഉണ്ട്, കൂടിയ ബ്രാൻഡിന്റെ പാഡ്സും ഉണ്ട്. ഞാൻ അങ്ങനെ ഒരുപാട് കൂടിയ ബ്രാൻഡിലേക്ക് പോകാറില്ല. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഫോർച്യൂണറിനെക്കാട്ടി കുറച്ചുകൂടെ കുറവാണ് എങ്കിലും ഫോർച്യൂണറിനെക്കാട്ടി കുറവെന്ന് പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ സൈഡിൽ ഫുഡ് സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആ ഫുഡ് സ്റ്റെപ്പ് വെച്ചിട്ട് നമുക്ക് ഒരു പരിപാടിക്കും പോകാൻ പറ്റില്ല. ഫുഡ് സ്റ്റെപ്പ് അഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡിഫറൻസ് ഉണ്ട് ക്ലിയറൻസ്. അതായത് ക്ലിയറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ബോൾട്ട് താഴെ മുട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് അവർ ക്ലിയറൻസ് എടുക്കുന്നത്. പക്ഷേ ഓഫ് റോഡിങ്ങിൽ ആ ഒരു ഫുഡ് സ്റ്റെപ്പ് അഴിച്ചു കഴിഞ്ഞാൽ എല്ലാ പരിപാടിയും നടക്കും. ഓക്കെയാണ്, പ്രാക്ടിക്കലി ഓക്കെയാണ് മറ്റേതിനെക്കാട്ടി. ശരി, ഫ്രണ്ടിലെ ഇതൊക്കെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് മറ്റേ ഫോർച്യൂണർ കൊണ്ട് ഞങ്ങൾ പോകുമ്പോൾ അത് നമ്മളിപ്പോൾ ഇവിടെ ഒരു കല്ലുണ്ടെങ്കിൽ ആ കല്ലിൽ ഈ ബമ്പർ ഉടക്കിയാൽ മതി, ആ ഫുള്ളായിട്ട് ഇങ്ങനെ പൊളിഞ്ഞു പോരും. ശരി, ഇതിനാ ഒരു പ്രശ്നം. ഇത് ഫോർച്യൂണറിന്റെ ഇത് ഇവിടെയാണ് നിൽക്കണമെങ്കിൽ ഫോർച്യൂണർ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്. അത്രയും ഡിഫറൻസ്, ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട്. പിന്നെ അതിന് LSD ഇല്ല, ഇതിന് LSD ഉണ്ട്. ഡിഫറൻഷ്യൽ ലോക്ക് കൂടെ ഉള്ളത് കൊണ്ട് കുറച്ചുകൂടെ നല്ലതായിരിക്കും അല്ലേ? അത് എൻഡവറിനുണ്ടല്ലോ
എൻ്റെ പറഞ്ഞ പുതിയ വണ്ടികൾക്ക് എല്ലാത്തിനും ഉണ്ട്. ബ്രേക്കിംഗ് നോക്കുകയാണെങ്കിൽ ബ്രേക്കിംഗ് അത്ര പോരാ. ബ്രേക്കിംഗ് എഫിഷ്യൻസി വളരെ മോശമാണ്. നമ്മൾ സൂക്ഷിച്ച് ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ വണ്ടി ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകും. അത് ബ്രേക്ക് ബൂസ്റ്ററൊക്കെ മാറ്റേണ്ടി വരും. അതിനൊരു 50,000 രൂപ 60,000 രൂപ ചിലവുണ്ട് അപ്ഗ്രേഡ് ചെയ്യണേ. അത് സ്റ്റോക്ക് വണ്ടി കമ്പനി വരുമ്പോൾ തൊട്ടേ ബ്രേക്കിംഗ് കുറച്ച് മോശമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒത്തിരി സ്പീഡ് എടുക്കാതെ നോർമൽ ഇതിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. ഹൈ സ്പീഡിൽ റെക്കമെൻഡഡ് അല്ല എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ പ്ലാൻ ചെയ്ത് ചവിട്ടിയില്ലെങ്കിൽ തെന്നി പോകും. ഓക്കെ. അപ്പം 2009 മോഡൽ, അപ്പം റീടെസ്റ്റ് ആവാറായിട്ടുണ്ട്. ഓക്കെ ബ്രോ, ഇത് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നു? മനസ്സിലങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. കൊടുത്തിട്ട് വേറെ ഒരു പജീറോ സ്പോർട്ട് മേടിച്ചാലോ എന്ന് ഓർത്തിട്ടാണ്. അവിടെയും പജീറോ തന്നെ. ഓക്കെ. ഓഫ് റോഡിങ്ങിന്റെ ആ ഒരു ഇത് പയ്യെ തീർന്നു. ഫാമിലി ഓറിയന്റഡ് ആയിട്ട് ഉള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നു അല്ലേ? ഓക്കെ. ഇന്റീരിയർ ഇതിന്റെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റൊക്കെ കുറച്ചിങ്ങനെ സൗണ്ട് കേൾപ്പിച്ചുകൊണ്ടിരിക്കണം റണ്ണിങ്ങിൽ. അപ്പോൾ ആ ഒരു പ്രശ്നമൊക്കെ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ സ്പോർട്ടാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. സ്പോർട്ടും പജറോ സ്പോർട്ടൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ടും സെയിം ആണ് കേട്ടോ. അതായത് ഈ പറഞ്ഞ പോലെ കംഫർട്ടും ഫീച്ചേഴ്സും ഏകദേശം സെയിം. അതിന് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഉള്ള LSD ഒന്നും അതിനകത്തില്ല. മെക്കാനിക്കൽ മറ്റേ ഇലക്ട്രിക്കലും ഇല്ല, ഒന്നുമില്ല. ഓപ്പൺ ഡിഫറൻഷ്യലാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ പജീറോ SFXന്റെ ഡ്രൈവ് എക്സ്പീരിയൻസിനായിട്ട് ഇന്റീരിയറിലേക്ക് കയറിയിരിക്കുന്നു. എങ്ങനെയുണ്ട് ബ്രോ ഇതിന്റെ ഒരു എക്സ്പീരിയൻസ്? മൊത്തത്തിൽ ഡ്രൈവിൽ എന്താണ് കിട്ടുന്ന സന്തോഷം? ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയാനായിട്ട് നമുക്ക് അങ്ങനെ വലിയ പെർഫോമൻസ് എഞ്ചിനൊന്നും അല്ല ഇത്. ഓക്കെ. കാല് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് അങ്ങ് കയറി പോകണമെന്നൊന്നും നിർബന്ധമില്ല. ഒരു ഫ്ലോയിൽ അങ്ങ് പയ്യെ അങ്ങ് കയറി പോകുള്ളൂ. പക്ഷെ നമ്മളുടെ ഈ സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിന്റെ. ശരിയാണ്. നല്ല ഹൈറ്റിലിരുന്ന് റോഡ് കണ്ട് ഓടിക്കാം. ഈ പറഞ്ഞ പോലെ ഹൈവേസിലൊക്കെ നല്ല സുഖമാണ്. ട്രാഫിക്കിലേക്ക് പോകുമ്പോ അതിനനുസരിച്ചുള്ള കഷ്ടപ്പാടുണ്ട് നമുക്ക്. വലുപ്പല്ലേ? അതെ. ഇത്രയും ഡയമെൻഷൻ ഉള്ള ഒരു വണ്ടി, ആ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഹൈവേസിൽ നല്ല സുഖമായിട്ട് പോവാം. 4, 5, 6 പേർക്കൊക്കെ നല്ല സുഖമായിട്ട് പോവാം. 6 പേര് ലോങ് ഒക്കെ പോവാറുണ്ട്. ചെന്നൈ, ബാംഗ്ലൂരൊക്കെ പോവാറുണ്ട്. ഓക്കെ. അതേ സമയത്ത് നന്നായിട്ട് ഈ പറഞ്ഞ പോലെ ആ ഒരു ഇനീഷ്യൽ പിക്കപ്പിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ടോർക്ക് കുറച്ച് കുറവാണെന്നുള്ളത്. ടോർക്ക് ഉണ്ട്. നമ്മളിപ്പോ ഒരു കാർ ഓടിക്കുന്ന ഒരു ഫീലൊന്നും ഈ വണ്ടി ഓടിച്ചാൽ കിട്ടത്തില്ല. ഇത്ര ഹെവി ഒരു വണ്ടിക്ക് അതിൻ്റെതായ, അതായത് ഇപ്പം നിലവിലുള്ള ഒരു മോഡലും അല്ലല്ലോ. അതെ. ഓക്കെ. ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മള് ഫോർച്യൂണറായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫോർച്യൂണറിനാണ് കുറച്ചുകൂടെ ഒരു പവർ, ഡ്രൈവിംഗ് കംഫർട്ട് എന്ന് ഞാൻ പറയുള്ളൂ. അതിന്റെ ഒരു ആക്സിലറേഷനും ഇതിന്റെ ആക്സിലറേഷൻ കുറച്ച് ഡിഫറൻസ് ഉണ്ട്, കുറവാണ് ഇതില്. ഫോർച്യൂണറെ വെച്ച് കമ്പയർ ചെയ്ത സ്ഥിതിക്ക് ചോദിക്കുകയാണ്, ഫോർച്യൂണറെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതില് കയറി നിൽക്കുന്നത് എന്താണ് ബ്രോ ഈ തോന്നിയിട്ടുള്ളത്? ഫോർച്യൂണറെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കയറി നിൽക്കുന്നത് ഓഫ് റോഡിങ് കേപ്പബിലിറ്റി തന്നെയാണ്. ഓക്കെ. ഫോർച്യൂണറിന് കുറെ പ്രശ്നങ്ങളുണ്ട് ഓഫ് റോഡിങ്ങിൽ കേട്ടോ. പറഞ്ഞ പോലെ ഇതിന്റെ ബമ്പർ ആണെങ്കിലും ഫ്രണ്ട് ആണെങ്കിലും ബാക്ക് ആണെങ്കിലും ഓഫ് റോഡിങ് സ്പെക്കായിട്ട് തന്നെ ഏകദേശം ഒക്കെ ഇറങ്ങിയിരിക്കുന്ന നമുക്ക് ധൈര്യമായിട്ട് കയറ്റിക്കൊണ്ട് പോവാം. ഫോർച്യൂണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോക്കൊക്കെ ഉള്ള സ്ഥലത്തേക്കാണ് പോവുകയാണെങ്കിൽ അതിന്റെ ബമ്പറൊക്കെ മുട്ടി സൈഡൊക്കെ വരഞ്ഞ ആകെ പ്രശ്നമുള്ള. കാരണം നമ്മൾ ഈ 2 വണ്ടി യൂസ് ചെയ്യുന്നതുകൊണ്ട്. ഫോർച്യൂണർ യൂസ് ചെയ്യുന്നുണ്ടോ? എനിക്കല്ല, എന്റെ ഫ്രണ്ട്സിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നമ്മള് പോകുമ്പോ ഈ ഫോർച്യൂണർ നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് കുഴപ്പമില്ല, ഓക്കെയാണ്. പെർഫോമൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ടർബോ കിക്ക് ചെയ്ത് കയറി പോണ ഒരു ഫീലൊക്കെ ഉണ്ടാവും. നമുക്ക് ഇതിൽ അങ്ങനെ കിട്ടാറില്ല. ഓക്കെ. അപ്പം ഓഫ് റോഡ് ഇറങ്ങി കഴിഞ്ഞാൽ ഇതാണ് ഗംഭീരമെന്ന് ഫീൽ ചെയ്യുന്നത്. അതെ. ഓഫ് റോഡിങ്ങിൽ ഇത് ഒരു ഫാമിലി യൂസും നടക്കും, അത്യാവശ്യം ഓഫ് റോഡിങ് നടക്കും. അത് വെച്ച് ചോദിക്കുമ്പോൾ ഫാമിലി യൂസ് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, മിഡിൽ റോയിലും തേർഡ് റോയിലും ഒക്കെ എങ്ങനെയുണ്ട് ഇതിന്റെ ബോഡി? മിഡിൽ റോ കംഫർട്ടബിൾ ആണ്. ഫോർച്യൂണറിനെക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയിരിക്കുന്നത് ഇതിന്റെ മിഡിൽ റോ. തേർഡ് റോ രണ്ടും സെയിം ആണ്. കുറച്ച് പിള്ളേർക്കാണ് ഇരിക്കാവുന്നുള്ളതേ ഉള്ളൂ. ഫ്ലഡ് റോഡാണ് പൊക്കോണ്ടിരിക്കുന്നത്. തേർഡ് റോ അത്ര കംഫർട്ടബിൾ അല്ല വലിയ ആൾക്കാർക്ക്. ഓക്കെ. അപ്പം ലോങ് ഡ്രൈവിന്റെ ഇത് പറഞ്ഞല്ലോ, അപ്പം എത്ര കിലോമീറ്റർ ഒക്കെ മാക്സിമം ഇതിൽ പോയിട്ടുണ്ട്? അത്ര അങ്ങനെ വലിയ ടോപ്പ് സ്പീഡ് ഞാൻ അങ്ങനെ എത്തിക്കാൻ നോക്കിയിട്ടില്ല. ഒന്നാമത് empty ടയറാണ് കിടക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനൊരു മാക്സിമം 160 വരെ
കൊണ്ടുപോയിട്ടുള്ളൂ. ഓക്കെ. 160 140 അതിന്റെ ഉള്ളിലാണ് നിന്നിട്ടുള്ളത്. അതിന് മേളിലേക്ക് കേറില്ല, കഷ്ടപ്പാടാണ് കയറാൻ. 160 വരെയൊക്കെയാണ് നോർമലി ഒരു സ്പീഡിൽ പോകാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ആ ഒരു 160 ടോപ്പ് സ്പീഡ് പൊക്കോണ്ടിരിക്കുമ്പോഴുള്ള ഒരു കംഫർട്ട് എങ്ങനെയാണ്? അതായത് എംടി ടയർ ആയതുകൊണ്ട് ഭയങ്കര ടയർ നോയ്സ് ആയിരിക്കും. അപ്പൊ നമുക്ക് ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇറിറ്റേഷനാണ്. ഇത് കയ്യിൽ നിൽക്കുവോ, അതെ അല്ലേ, കയ്യിൽ നിൽക്കുവോ എന്നുള്ളൊരു ഡൗട്ട് ആയിരിക്കും എപ്പോഴും. അതുകൊണ്ട് നമ്മൾ 140 150 കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പയ്യെ നിർത്തും. 140 എങ്ങനെ സ്റ്റേബിൾ ആയിട്ട് പോകുള്ളൂ. 140 പോകുമ്പോൾ എങ്ങനെയുണ്ട്? 140 പോകുമ്പോൾ സൗണ്ട് ഉണ്ട്, കംഫർട്ട്, ട്രാവൽ കംഫർട്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ SUV ആണ്, ബോഡി റോളുണ്ട്. ഉണ്ട്. ഞാൻ ചോദിച്ചാൽ ഈ ഒരു സെഗ്മെന്റ് വണ്ടികളെ വെച്ച് നോക്കുമ്പോഴുള്ള കംഫർട്ട്, അതെ അതെ, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഫോർച്യൂണറിനാണ് കുറച്ചുകൂടെ കംഫർട്ട് എന്ന് ഞാൻ പറയുള്ളൂ. ഡ്രൈവിംഗിൽ ഓടിക്കാൻ അതായിരിക്കും കുറച്ചുകൂടെ ഫണ്ണ്. ഓക്കെ. നമ്മള് പറഞ്ഞ പോലെ പജേറോ ഫാൻസിന് എന്നെ തെറി പറയും, എനിക്കറിയാം. വീഡിയോടെ താഴെ മിക്കാറ് ഇവനെ വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ല എന്നുള്ള രീതിയിൽ ആൾക്കാർ ഇഷ്ടംപോലെ കമന്റുകൾ വരും. ഞാൻ എന്റെ എക്സ്പീരിയൻസ്, നമ്മുടെ ചാനൽ അതിന് വേണ്ടിയാണല്ലോ. അതെ അതെ, പലർക്കും പല ഇതായിരിക്കും എക്സ്പീരിയൻസ്, പലരുടെയും മാറി മാറി വരും. ഒരു വണ്ടിയുടെ തന്നെ പല എക്സ്പീരിയൻസ് ആയിരിക്കും ആളുകൾക്ക്. ഓക്കെ. പിന്നീട് ഇന്റീരിയറിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വർക്കിംഗ് ആണല്ലോ അല്ലേ? റിയർ വൈപ്പേഴ്സ് കണ്ടു, ഡിഫോഗേഴ്സ് കണ്ടു. റിയർ വൈപ്പറും ഡിഫോഗറും അതിന്റെ വാഷറും എല്ലാ കാര്യങ്ങളും വർക്കിംഗ് ആണ്. ആകെ വർക്ക് ചെയ്യാത്തെന്ന് പറയാനായിട്ട് നമുക്ക് ഇതിന്റെ RPM മീറ്റർ ആണ്. RPM മീറ്റർ വർക്കിംഗ് ആവുന്നില്ല. ഓക്കെ. അത് എനിക്ക് കിട്ടിയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ പിന്നെ അതിന്റെ പുറകെ പോയില്ല. അത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വേറെ കേബിൾ മാറ്റി ശരിയാവും. പിന്നെ എക്സ്ട്രാ വേറെ വെക്കാം അല്ലെങ്കിൽ. ഓക്കെ. പിന്നെ ലെഫ്റ്റ് സൈഡിലെ മിററിന്റെ മോട്ടർ വർക്കിംഗ് അല്ല. ഇത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ് ആണ്. അഡ്ജസ്റ്റബിൾ ആണ്, ഫോൾഡബിൾ അല്ല. ഓക്കെ. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് വർക്കിംഗ് അല്ല. അത് ഈ പറഞ്ഞ പോലെ യൂസ്ഡ് വാങ്ങിച്ച് വെക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ വാങ്ങിയിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യം 1-2 പ്രാവശ്യം വന്നിട്ടുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു അതങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ ഓക്കെ. പിന്നെ AC-യുടെ കൂളിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? AC-യുടെ കൂളിംഗ് എനിക്ക് കിട്ടിയപ്പോൾ കുറച്ച് കുറവായിരുന്നു. ചെറിയൊരു ലീക്ക് ഉണ്ടായിരുന്നു. അതൊരു 10 രൂപയുടെ പുഷ് മേടിച്ചിട്ട് പോകാതെ റെഡി. പിന്നെ ഗ്യാസും ഫില്ല് ചെയ്തു. നല്ല കൂളിംഗ് ആണ്. ഞാനിപ്പോ എക്കണോമി 2 ഓപ്ഷൻ AC-യിൽ വരുന്നത്. എക്കണോമി, AC. ഇതിലിടുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് AC ഒക്കെ റെഡി ആയി, വേറെ കംപ്ലൈന്റ് പ്രശ്നമൊന്നുമില്ല AC-യുടെ കാര്യങ്ങളിൽ. ഓക്കെ. പിന്നീട് നമുക്ക് അധികം പരിചിതമല്ലാത്ത കുറേ മീറ്റേഴ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ടെമ്പറേച്ചർ അറിയാൻ, ഇത് ആക്ച്വലി വണ്ടിയുടെ ചെരിവ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് വണ്ടി ചെരിയുന്നതിനനുസരിച്ച് ഇത് ഈ ഒരു പൊസിഷനിലേക്ക് കയറി ലെവൽ 40യുടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ വണ്ടി മറിയുമെന്നാണ് കമ്പനി പറയുന്നത്. അത് ശരി. അത് വണ്ടിയുടെ 40 ഡിഗ്രി ചെരിവാണ്. 40 ഡിഗ്രി ആണോ ഏതാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഓക്കെ ഓക്കെ. ഈ പറഞ്ഞാൽ ഈ 40 ഇതിപ്പോൾ വണ്ടി ചെരിയുവാണെങ്കിൽ ഇതിങ്ങനെ കറങ്ങി ഈ 40യുടെ ഇവിടെ വന്നു. ഓക്കെ ഓക്കെ. അതിനപ്പുറം പോകരുത് എന്നാണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ. ഇത് ഓൾട്ടിമീറ്റർ ആണ്. ഹൈറ്റ്, ഓൾട്ടിറ്റ്യൂഡ് അറിയാനുള്ള മീറ്റേഴ്സ് എല്ലാം ഇതിൽ വന്നിട്ടുണ്ടല്ലേ? ഒന്നും ഇലക്ട്രിക്കൽ അല്ല. ഇപ്പൊ ഡിജിറ്റലൈസ് ചെയ്തെങ്കിലും ഇപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വണ്ടികളിൽ കാണാൻ സാധ്യതയല്ലല്ലോ. ഓക്കെ. പിന്നെ ഡ്രൈവിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ സ്റ്റിയറിംഗും ക്ലച്ചും നല്ല ലൈറ്റ് ആണ് അല്ലേ? അതൊരു കാര്യം ഫോർച്യൂണറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഡിഫറൻസ് ഫീൽ ചെയ്യും. കാറിനെക്കാട്ടിൽ. അതെ അതെ, ഏകദേശം ഒരു കാറിനെ പോലെയൊക്കെ തന്നെ നമുക്ക് തോന്നും. ക്ലച്ച്, സ്റ്റിയറിംഗും രണ്ടും. അപ്പൊ ഓടിക്കുന്ന കാര്യങ്ങളിൽ അതൊക്കെ മതിയല്ലോ. ഓടിക്കാനുള്ള കംഫർട്ട് എല്ലാം അടിപൊളിയാണ്. പിന്നെ സിസ്റ്റം വെച്ചിട്ടുണ്ട്. സിസ്റ്റം ഞാൻ അപ്ഗ്രേഡ് ചെയ്തതാണ്. അതായത് പൈനിയറിന്റെ ഒരു ഹെഡ് യൂണിറ്റ് ആണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം വരുന്ന യൂണിറ്റ് ആണ് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇതാണ് മെയിൻ സാധനം അതല്ലേ? ഇത് നോക്കിയാണല്ലോ. ഇത് ഫോർച്യൂണർ വെച്ച് നോക്കുമ്പോൾ ഇത് 2H ഓടിക്കാൻ പറ്റും. ഫോർച്യൂണറിന് 4H തൊട്ടേ ഉള്ളൂ. 4 ഹൈ മാത്രമേ ഉള്ളൂ. 4H തൊട്ട് മുകളിലേക്ക് ഉള്ളൂ. അതായത് 4 വീലിലേക്കും പവർ ഉണ്ടാവും ഫോർച്യൂണർ. ഓക്കെ. ഇതിന് 2H ചെയ്തിട്ട് ബാക്കിൽ 2 വീലിലേക്ക് ഓടിക്കാൻ പറ്റും. 2 വീലിട്ട് ഓടിക്കാന്നുള്ള ഓപ്ഷൻ ഉണ്ട്. വലിയ മൈലേജിന് ഡിഫറൻസ് ഒന്നുമില്ല. ഫോർച്യൂണറിനാണ് മൈലേജ് കൂടുതൽ. അല്ല, ഈ പറഞ്ഞ 10 എന്നുള്ള മൈലേജ് വരെ മാക്സിമം കിട്ടിയിട്ടുണ്ടല്ലോ ഹൈവേസിൽ. ഫോർച്യൂണർ അതൊരു 12-13 ഒക്കെ ആയേക്കാം മാക്സിമം. അതല്ലാതെ അധികം കിട്ടും. കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ടാവും, അത്രേ ഉണ്ടാവും. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ വേറെ ഒരു ഡിസഡ്വാൻറ്റേജ് ഈ വണ്ടിക്ക് ഉള്ളത് ഈ വണ്ടിയുടെ സ്മോക്കാണ്.
ഇത് നമ്മളൊരു 3rd ഗിയറിലൊക്കെ ഇട്ട് നമ്മളൊരു ആക്സിലറേഷൻ ഫുൾ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിലൊരു ബൈക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർ നമ്മൾ ഓവർടേക്ക് ചെയ്ത് തെറി വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പറക്കും തെളിയാൽ മറ്റേ സീൻ പോലെയൊക്കെ ആവാൻ ചാൻസ് ഉള്ള പുക വരും. അതെ അതെ, നല്ല സ്മൂത്ത് തള്ളണ ഒരു വണ്ടിയാണിത്. ചിലരതൊരു അലങ്കാരമായിട്ട് കൊണ്ട് നടക്കാറുണ്ട്. അത് EGR-ഉം ഇന്റർകൂളറൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ കുറയും, പക്ഷെ എന്നാലും ഫുൾ ആയിട്ട് മാറില്ല. എങ്കിലും കാണും ബ്ലാക്ക് സ്മോക്ക് ഉണ്ടാവും. ഓക്കെ, നല്ല രീതിയിലുണ്ടാവും. ശരി. പിന്നീട് ഇതിന്റെ ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ബൂട്ട് സ്പേസ് ആണല്ലേ. ബൂട്ട് സ്പേസ് മീൻസ് ഇതിന്റെ സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ബെഡ് ആക്കാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് ഡോറ് തുറന്ന് നമ്മൾ ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഈ ഇതുപോലെ തന്നെ ആ ഒരു സീറ്റിംഗ് ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. അത് മുടക്കി കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു സീറ്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടുപേർക്ക് സുഖമായിട്ട് കിടക്കാം അല്ലേ. നല്ലൊരു സ്പേസ് ആണ്, നല്ലൊരു ഫീച്ചറാണ്. ക്യാമ്പിങ്ങിനൊക്കെ ഇങ്ങനെ പോകാറുണ്ടോ? ക്യാമ്പിങ്ങിന് ഇടയ്ക്ക് നമ്മൾ പോകാറുണ്ട്. ഓക്കെ, സ്ഥിരമായിട്ടൊന്നും ഇല്ല, എങ്കിലും ഈ ഒരു ഫീച്ചർ ഭയങ്കര യൂസ്ഫുൾ ആണ്. അതെ അതെ അതെ. ഓക്കെ, ഇനിയും നമുക്ക് ഇതിൻ്റെ പോരായ്മകളെ പറ്റിയാണ് ചോദിക്കുന്നത്. എന്തൊക്കെ പോരായ്മകളാണ്? നമ്മൾ ഓൾറെഡി സംസാരിച്ചതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് എടുത്ത് 1 by 1 ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഫസ്റ്റ് തിങ് ആണ് നമ്മുടെ വൈബ്രേഷൻ ക്ലച്ച് മാറ്റി കഴിഞ്ഞാൽ ഏകദേശമൊക്കെ റെഡിയാവും. പിന്നെ ചെറിയൊരു ടർബോ ലാഗ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സീറ്റിൻ്റെ കുറച്ച് കലവിലെ സൗണ്ടുകൾ നമുക്ക് റണ്ണിങ്ങിൽ എപ്പോഴും ഉണ്ടാവും. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ വേറെ മൈലേജ് പിന്നെ നോക്കണില്ല. വേറെ കംപ്ലൈൻറ്റ് അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ടൊന്നുമില്ല. ഈ ഒരു രണ്ട് ചെറിയ പ്രശ്നങ്ങളാണ്. അതെ അതെ, അത്രയേ ഉള്ളൂ. അതൊന്നും നോക്കില്ല ശരിക്കും വാങ്ങുന്നവർ. കാരണം ഇത്തരം ഒരു വണ്ടി സ്വന്തമാക്കണം നോക്കുമ്പോൾ മേജർ വേറെ കാര്യങ്ങളൊക്കെ നോക്കുള്ളൂ, അല്ലാതെ ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമായിട്ട് ആരും കണക്കാക്കില്ല. പിന്നെ ഇതിന് ഇലക്ട്രോണിക്സ് ഒന്നും വരുന്നില്ലായിരിക്കുമല്ലോ? ഇലക്ട്രോണിക്സ് ഇല്ല, മെക്കാനിക്കൽ പാർട്സ് ആണ്. ABS സെൻസർ ഉണ്ട്. നമുക്ക് ട്യൂണിങ് റീമാപ്പിംഗ് പരിപാടികളൊന്നും ഇതിനകത്ത് നടക്കില്ല. ECU കൺട്രോൾ മൊഡ്യൂളൊന്നും ഇല്ല. ആ ഒരു ഇതേ ഉള്ളൂ. അല്ലായിരുന്നെങ്കിൽ പിന്നെ ടർബോ ബൂസ്റ്റ് ചെയ്യാം. ടർബോ ഞാൻ ചെറിയ രീതിയിൽ ഒരു ടർബോ ബൂസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്ത പിന്നെ കുറച്ച് ഒരു ഇനീഷ്യൽ പിക്കപ്പ് കൂടിയിട്ടുണ്ട്. എന്നാലും നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. ഓക്കെ, അപ്പം അതൊക്കെയാണ് നമുക്ക് പജീറോ SFX-നെ പറ്റി നമുക്ക് പറയാനായിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വണ്ടിയെ പറ്റിയുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം താങ്ക് യു സോ മച്ച് ബ്രോ. നമുക്ക് ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് പജീറോ എന്നുള്ളത് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വാഹനമാണ്. ശരിക്കും ഞങ്ങൾ ഷൂട്ട് പ്ലാൻ ചെയ്തിട്ട് 4 മാസമായി. 4 മാസത്തിന് മേളിൽ പ്ലാൻ ചെയ്തതാണ്. ഇങ്ങനെ നീണ്ടു പോയി. ഇപ്പോഴാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് ഇത്ര ലാഗ് വന്നത്. അത് വേറെ കൊണ്ടല്ല താമസിച്ചത്. ഓക്കെ, അപ്പം ഇതുപോലുള്ള യൂസർ എക്സ്പീരിയൻസ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയുടെ യൂസർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൽ ID കൊടുത്തിട്ടുണ്ട്. അതുപോലെ കോൺടാക്ട് നമ്പറും യൂട്യൂബിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.